മൂവി ട്രെയിലേഴ്സ് കാണുന്ന വളരെ വലിയൊരു വെട്ടിത്ത. അതെ അല്ലെ? എന്നോട് ആരത് പറഞ്ഞ? ഞാൻ എപ്പോഴും അങ്ങനെയാ. ഞാൻ മൂവി ട്രെയിലേഴ്സ് കാണാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ എസ്പെഷ്യലി ഇപ്പത്തെ പണ്ടത്തെ ട്രെയിലർ എന്നൊക്കെ പറഞ്ഞാൽ മൂവിന്റെ ഒരു ഓവർവ്യൂ എന്താണ് ഒരു ജോൺറ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി തന്നിട്ട് അവര് ട്രെയിലർ എൻഡ് ചെയ്യുന്നു. പക്ഷെ ഇപ്പത്തെ ട്രെയിലേഴ്സ് എന്ന് പറഞ്ഞാല് കഥ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ലാസ്റ്റ് ക്ലൈമാക്സിലെ സീന് മാത്രം അവർ അതില് ട്രെയിലറിൽ ഇൻക്ലൂഡ് ചെയ്യാതെ നിൽക്കുക. അതും ക്ലൈമാക്സിലെ സീനിൽ ക്ലൈമാക്സ് എന്താന്ന് മാത്രമേ അവർ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുള്ളൂ. അതെ, കാരണം എന്താന്ന് വെച്ചാല് ഞാൻ ട്രെയിലർ കാണുന്ന സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ ഈ തിയേറ്ററിൽ പടം കാണാൻ പോകുമ്പോ ഇവര് ഈ പടത്തിന്റെ മുന്നും ബ്രേക്കിനൊക്കെ ഞാൻ ജവാന്റെ ട്രെയിലറൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് നടക്കാനോ വരുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാണ്ട് തിയേറ്ററിലാണ് പോയപ്പോണ്ട് അത് രണ്ടിട്ടാണ്. കാരണം ഇത് നമ്മൾ കാണാന്നാലും ഇതില്ല, നമ്മളെ ചെവി അത്രക്കും എനിക്ക് സ്പൈഡർമാൻ 3 ഇല്ലേ, ഫാർ ഫ്രം നോവേ ഹോമില് പല വില്ലൻസും വരുന്നുണ്ട് എന്നുള്ള കാര്യം നിയാസ്കൊക്കെ അറിയില്ലായിരുന്നോ? അറിയില്ലായിരുന്നു. നിയാസ്ക് എന്നിട്ട് എല്ലാ ട്രെയിലർ, പോസ്റ്റർ, ടീസർ നമുക്ക് ആൾക്കാരൊക്കെ അന്ന് ഫുൾ സ്റ്റോറി ഒക്കെ ഇടായിരുന്നു. അതൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് നിൽക്കായിരുന്നു. ഏതോ സിനിമ ഞങ്ങൾ കാണാൻ പോയപ്പോണ്ട് പെട്ടെന്ന് തങ്ങ് വന്നിട്ട് ഹലോ പീറ്റർ അങ്ങ് വന്ന് നിയാസ്കണ്ട് എന്നെ അങ്ങനെ നോക്കുന്നത്. ഞാൻ പിന്നെ അറിഞ്ഞു പോയിരുന്നു ഓൾറെഡി. ഞാന് ഇതേപോലെ ട്രെയിലർ അതൊരു സിറ്റുവേഷൻ ട്രെയിലർ കാണുന്നേ. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാല്, ഈ നെറ്റ്ഫ്ലിക്സിലും പ്രൈമിലൊക്കെ നമ്മൾ മൂവി ഇങ്ങനെ ബ്രൗസ് ചെയ്യുമ്പോൾ ഒരു സാധാരണ മൂവി കണ്ട് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ വായിക്കുമ്പോ എന്താ ഇപ്പൊ സംഭവം എന്ന് ഒരു ഇത് കാണുന്ന വെർത്തിട്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചെറിയ സിനിമന്റെ ട്രെയിലറൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കലുണ്ട്. പക്ഷെ എനിക്ക് കാണാൻ ആഗ്രഹമുള്ള സിനിമ ഉണ്ടെങ്കിൽ ഞാൻ ട്രെയിലർ, ആൾക്കാരുടെ റിവ്യൂസ്, അതിന്റെ മീംസ്, ഇന്റർനെറ്റിൽ ഇറങ്ങണ അതിന്റെ ടീസേഴ്സ് എല്ലാം ഞാൻ സ്കിപ്പ് ചെയ്യും. എനിക്ക് ആ ഒരു ബെസ്റ്റ് ഫീലിംഗ് എപ്പോഴും മനസ്സിലായ രോമാഞ്ചം സിനിമ അല്ലേ, സൗബിനും വരൊക്കെ ഉള്ള ആ സിനിമ ഞാൻ എവിടെ എന്താന്ന് കാണാതെ എനിക്ക് ആകെ ഈ ഒരു പേരറിയാം, രോമാഞ്ചം. ആദരാഞ്ജലികൾ എന്നുള്ള പാട്ടും അറിയാം. എന്നിട്ട് ഞാനിത് ഈ പടം തിയേറ്ററിൽ പോയി കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒന്ന്, ഈ ഒരു ഓജാ ബോർഡും സംഭവങ്ങളും വേറെ തന്നെ തീം. എന്നിട്ട് ഞാൻ പടം കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിലർ ഒന്ന് നോക്കി, അതിൽ ഈ ഓജാ ബോർഡിനെ കുറിച്ചൊക്കെ ഉണ്ട്. ഒന്നും കാണാതെ പോയി കണ്ട സിനിമ വേറെ എക്സ്പീരിയൻസ് അല്ല. നമുക്ക് സിനിമയിൽ എന്താ വരാൻ പോകുന്നത്, ആരാ കാസ്റ്റ് ഒന്നും അറിയില്ല, മമ്മൂട്ടി ഉണ്ടെന്ന് അറിയാന്നല്ലാതെ. അതെ, അത് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം. മറ്റേ ചില ആൾക്കാർ സിനിമ കാണുകയാണെങ്കിൽ ആദ്യം വരെ ഈ കോൾമി ഷസാം അല്ലെങ്കിൽ ബാക്കിയുള്ള മൂവി വീഡിയോ കാണും. പിന്നെ എന്താ ഇവര് ജസ്റ്റ് ആ വിഷ്വൽസ് കാണാനാണോ പോകുന്നത്? വീഡിയോ കാണും. റിവ്യൂസിൽ അവർ സ്പോയിലേഴ്സ് ഇല്ല, പക്ഷെ എന്നാലും നമുക്ക് ഏകദേശം മനസ്സിലാവും എന്താണ് ആ ഒരു തീമും കാര്യങ്ങളൊക്കെ. രണ്ടാമത്, ഇവര് ഈ ട്രെയിലറും ടീസറും മീമും ഒക്കെ കണ്ടിട്ട് ഇവര് പോയിട്ട് സിനിമ കാണും.